ഇന്ന് ഈ പ്രോസ്പെരിറ്റി ഒക്കെ പ്രസംഗിക്കുന്ന വെളച്ചിലുകുട്ടന്മാർ ഇറങ്ങി നടക്കുന്ന എന്നാണെന്നറിയാമോ? മരണം എന്തവാ, ജീവൻ എന്തവാ, ന്യായവിധി എന്താ, ഏക്കെന്തവാ, പൂക്കെന്തവാ, ആട്ടുംകാട്ടം എന്താ, കടലക്ക എന്തവാന്ന്. പിന്നെ അവന്മാർക്ക് ഒരൊറ്റ സാധനമേ ഉള്ളൂ: തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നാളെ ചാകുമല്ലോ. ഞാൻ ഒരു കാര്യം പറയാം, ഉപദേശിമാരുടെ എല്ലാം കൂടെ കേക്കെ. പ്രോസ്പെരിറ്റിയെ നമ്മൾ ചെറുതായിട്ട് കാണല്ലേ. നിന്റെയൊക്കെ കുഞ്ഞുങ്ങൾ വഴിതെറ്റും കേട്ടോ. എല്ലാവരും കേട്ടോണം. സദാചാരത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന സാധനമാണ് ഏത്? ദുർഭാഷണം. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് മാനുഷികമെങ്കിൽ, അതിന്റെ അർത്ഥം വല്ല അറിയാം മൂലഭാഷയിൽ? ഞാൻ കഴുത്തിന് താഴോട്ടിറങ്ങിയാൽ മലമാകുന്ന ആഹാരത്തിന് വേണ്ടിയാ ഈ കട്ടം സഹിച്ചതെങ്കിൽ, ഇട്ട തെയ്യുന്ന ഒരു ജോഡി ചെരുപ്പിന് വേണ്ടിയാണ് ഈ സുവിശേഷത്തിന് വേണ്ടി മർദ്ദനമേറ്റതെങ്കിൽ, ഉടുത്ത മുഷിയുന്ന ഒരു ജോഡി ആ വസ്ത്രത്തിന് വേണ്ടിയാണ് ഞാൻ ഈ മൃഗയുദ്ധം ചെയ്തതെങ്കിൽ എന്റെ അധ്വാനം. എന്നിട്ട് അദ്ദേഹം പറയുക, ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണെങ്കിൽ, ഹല്ലേലൂയ, എനിക്കെന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. അതെന്താണെന്നറിയാമോ? നമ്മൾ പറയും പ്രോസ്പെരിറ്റി ആണെന്ന്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ പൗലോസ് പറയാ, സദാചാരത്തെ കെടുത്തിക്കളയുന്ന ദുർഭാഷണമാണത്. അനുവദിക്കരുത്. സഭയിലും സ്റ്റേജിലും അനുവദിക്കരുത്. നിന്റെയൊക്കെ മരുമോൾ തന്നെ നിന്നെയൊക്കെ അനുസരിക്കാത്ത മരുമോടെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ നിനക്ക് യോഗ്യതയില്ലാത്ത എന്താണെന്നറിയാമോ? സദാചാരം നിന്റെ വീട്ടിലില്ല. സദാചാരത്തിന്റെ ദീപത്തെ കെടുത്താൻ നീ എന്ത് ചെയ്തു? സാത്താനല്ല നിന്റെ സദാചാരത്തെ കെടുത്തിയത്. വീട്ടിലെ മരുമോള് നിന്നെ ബഹുമാനിക്കാത്തത്, മക്കൾ നിന്നെ ചെവിക്കുറ്റിക്ക് അടിച്ചു പൊട്ടിക്കുന്നത്, കൊച്ചു കുഞ്ഞ് നിന്നെ അനുസരിക്കാത്തത്, ഒരു നേരത്തെ വെള്ളം നിനക്ക് വീട്ടിൽ കിട്ടാത്തത്, മരുമോളെ സ്നേഹം അമ്മായിമ്മേ നിനക്ക് കിട്ടാത്തത്, ഭർത്താവേ നിനക്ക് ഭാര്യയുടെ സ്നേഹം കിട്ടാത്ത എന്തുകൊണ്ടാ? സദാചാരം എന്ത് ചെയ്തു പോയി? കെട്ടുപോയി. കാരണം എന്താ? നീ ദുർഭാഷണത്തിന് പൈസ മുടക്കി, ദുർഭാഷണത്തിന് സ്റ്റേജ് ഇട്ടു, ദുർഭാഷണത്തിന് ബൂസ്റ്റ് ചെയ്ത് സ്വോത്രം ചെയ്തു. നിന്റെ കൈമടക്ക് നീ ദുർഭാഷണത്തിന് കൊടുത്തു. ഡേറ്റ് ഇട്ട് കള്ളന്മാരെ വിളിച്ചു. അവന്മാര് വന്ന് ശുശ്രൂഷിച്ചപ്പോൾ സദാചാരം കത്തിക്കുകയല്ലായിരുന്നു, ഉള്ള സദാചാരത്തെ എന്ത് ചെയ്തു? കെടുത്തിക്കളഞ്ഞു. കുടുംബങ്ങൾ ഇരുളിലായി. മടങ്ങി വരട്ടെ, പെന്തിക്കോസ് മടങ്ങി വരട്ടെ. രാവിലെ അപ്പൻ പാലും മേടിച്ചുകൊണ്ട് വരുമ്പോൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന മരുമോള് കാലിന്മേൽ കാല് വെച്ചായിരിക്കും. സദാചാരം. നിന്റെ വെളച്ചില് 30 വർഷത്തിന് മുൻപ് ഇവിടെ വാട്ടുകപ്പയും കാന്താരിയും തിന്ന് പിതാക്കന്മാര് ലോകത്തെ പ്രൊമോട്ട് ചെയ്യാതെ നിത്യതയെ പ്രസംഗിച്ചു. അന്ന് 250 രൂപയും 250 500 രൂപയും കൊണ്ടൊക്കെയാ ഓരോരുത്തിമാര് വീട്ടിൽ വന്ന് കയറിയത്. സ്ത്രീധനം 500 രൂപ. ഇന്നത്തെ 2 കിലോ പോത്രച്ചിക്ക് കൊടുക്കണം 600 രൂപ. ഇവിടെ കൊണ്ടുവന്നതാ. ഇന്ന് മരുമോള് കൊണ്ടുവരുന്ന 10 ലക്ഷവും കാറും ഒരു വണ്ടി പൂതും. അന്ന് തള്ള കൊണ്ടുവന്ന എത്ര? 250 രൂപ. ഇന്നത്തെ വിലയ്ക്ക് പോത്തിന് 360. പക്ഷെ അവള് വന്നിട്ടുണ്ടല്ലോ, നിന്റെ വല്യമ്മ. അവള് വന്ന് കുടുംബം പണിത്. അവള് വന്ന് 250 രൂപയും കൊണ്ട് വന്ന് എന്ത് ചെയ്തു? കുടുംബം പണിത്. ഇത് 10 ലക്ഷം കൊണ്ട് വന്ന ദുർഭൂതം. മനസ്സിലായോ? സദാചാരം കുടുംബങ്ങളിൽ പോയി. അപ്പനെ ബഹുമാനിക്കുന്ന മക്കളില്ല, മരുമക്കളെ സ്നേഹിക്കുന്ന അമ്മായിമ്മയില്ല, ഭർത്താവിനെ സ്വാധീനിച്ച് നിന്നുകൊണ്ട് ബഹുമാനിച്ച് കടപ്പാട് നിറവേറ്റുന്ന ഭാര്യമാർ പെന്തിക്കോസിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. സദാചാരം കെടുത്തിയതാര്? സാത്താനല്ല, കള്ളപ്രവാചകന്മാർ, ദുർഭാഷണം പ്രസംഗിക്കുന്ന, തിന്നാനും കുടിക്കാനും വയറിന് വേണ്ടി പ്രസംഗിക്കുന്നവന്മാര് ഈ സമൂഹത്തിൽ ഇറങ്ങി പെന്തിക്കോസ് നശിപ്പിച്ചു. മടങ്ങി വരട്ടെ. നീയൊക്കെ വല്ല പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്നവനെയൊക്കെ ഓടിക്കണം. ഞങ്ങളൊക്കെ ഉള്ള സ്റ്റേജിലാണ് പ്രോസ്പെരിറ്റി പ്രസംഗം. ഒരു നടക്ക് പോവുകയല്ല. ഡേറ്റ് കൊടുത്തില്ലേ? ഡേറ്റ് കൊടുത്തു. വിളിച്ചില്ലേ? വിളിച്ചു. തലേ കൈവച്ച് പ്രാർത്ഥിച്ചില്ലേ? പിന്നെ എങ്ങനെ കെടാതിരിക്കും? അവൻ കെടുത്തി വെച്ച് അന്ന് മുതൽ വീട്ടിൽ കിടന്ന് ഇരുട്ടത്ത് തപ്പ സദാചാരത്തിന്റെ ദീപം. എന്നിട്ട് പസിക്കുന്ന മുഴുവൻ സാത്താനെ. വെപ്പുവല്ല് പോകുന്നതല്ലാതെ കുണം പിടിക്കൂല. ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കണം. ഞങ്ങളുടെ ചർച്ചിൽ, ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ വീട്ടിൽ സദാചാരത്തിന്റെ ദീപത്തെ കെടുത്തിക്കളയുന്ന, തിന്നാനും കുടിക്കാനുമുള്ള സാധനം പ്രസവിച്ചുകൊണ്ട് നടക്കുന്ന കള്ളന്മാർക്ക് ഞങ്ങൾ ഇനി വേദി കൊടുക്കില്ല. അവർക്കിനി പൈസ കൊടുക്കില്ല. ഞങ്ങളുടെ ദീപത്തെ അവരെന്ത് ചെയ്തു? കെടുത്തി. ഇന്ന് രാത്രി നീ തീരുമാനമെടുക്കുകയാണെങ്കിൽ ഞാൻ വചന വെളിപ്പാടിലൂടെ പറയാം, ദൈവം നിന്റെ ദീപത്തെ കത്തിക്കും.